ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായിട്ടുള്ള ചരിത്രകാരൻ ആരാണ്? അത് സുനിൽ അമൃതാണ്. അദ്ദേഹത്തിന്റെ ദി ബേണിംഗ് എർത്ത് ആൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഈ ഒരു പ്രൈസ് ലഭിച്ചത്. ഇതാരാണ്? ബ്രിട്ടീഷ് അക്കാദമിയാണ് ഈ ഒരു പ്രൈസ് നൽകുന്നത്, ദി ബുക്ക് പ്രൈസ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് സൗകര്യം ആരംഭിച്ചത് എവിടെയാണ്? അത് CMS കോളേജ്, കോട്ടയം. കോട്ടയത്തെ CMS കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? അത് ബലോദാണ് കേട്ടോ. അത് ഛത്തീസ്ഗഡിലെ ഒരു ജില്ലയാണ് ബലോദ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വോട്ടിംഗ് യന്ത്രത്തിന് അതിൽ നോട്ട ബട്ടന് പകരം ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ്? അത് എൻഡ് ബട്ടനാണ്. ICCയുടെ 2026 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ ക്രിക്കറ്റ് താരം ആരാണ്? അത് രോഹിത് ശർമ്മയാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയ ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? അത് എൽദോസ് പോൾ ആണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? അത് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയ ചിത്രം ഏതാണ്? അത് സിന്നേഴ്സ് ആണ്.